പ്രസവിക്കപ്പെട്ട കുഞ്ഞിന് സ്വാലിഹീങ്ങളെ കൊണ്ട് തൊട്ടുകൊടുപ്പിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ബഖിയത്തുസ് സാലിഹീന ഫീഹി ശിഫാ, സ്വാലിഹീങ്ങൾ ഉപയോഗിച്ചതിന്റെ ബാക്കിയുള്ളതിൽ ശിഫയുണ്ട്. ഇത് പഠിപ്പിച്ചത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ. സ്വാലിഹീങ്ങളുടെ തുപ്പുനീരിൽ ബറക്കത്തില്ലേ, അവരുമായുള്ള സഹവാസം ഇബാദത്തല്ലേ, മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ മുഖത്ത് നോക്കൽ വരെ ഇബാദത്തല്ലേ. ആ മഹത്വം ഉൾക്കൊണ്ട് സ്വാലിഹീങ്ങളെ കൊണ്ട് തൊട്ടുകൊടുപ്പിക്കുവാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കുഞ്ഞാം പൈതലിന് മധുരോപഹാരം നൽകുന്നതിന്റെ മഹത്വം വിളിച്ചറിയിക്കുന്ന ഒരു സംഭവം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തുന്നു. മഹദിയായ ബീവി അസ്മാ റളിയല്ലാഹു അൻഹ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ പ്രിയ പുത്രി ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹയുടെ ജ്യേഷ്ഠത്തി മഹദി പറയുന്നു, ഞാൻ എന്റെ മകനെ മക്കയിൽ വെച്ചാണ് ഗർഭം ധരിച്ചത്. എന്നാൽ പൂർണ്ണ ഗർഭിണിയായിരിക്കെ ഞാൻ മദീനത്തേക്ക് ഹിജറ പോയി. ഫനസൽതു ബിഖുബാ, ഞാൻ മദീനത്തെ ഖുബായിൽ ഇറങ്ങി. ഫവലത്തുഹു ബിഖുബാ, അവിടെ വെച്ച് ഞാൻ എന്റെ മകനെ പ്രസവിച്ചു. എന്റെ മകനെ ഞാൻ ഹബീബായ നബി തങ്ങളുടെ തിരുഹദ്റത്തിലെത്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരക്ക ആവശ്യപ്പെട്ടു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, ثم دعا بتمرة فمضغها ثم طفل في فيه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവന്റെ വായിലേക്ക് കാരക്ക ചവച്ചു വെച്ചു കൊടുത്തു. മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹ തുടർന്ന് പറയുന്നു, فكان أول شيء دخل جوفه ريق رسول الله صلى الله عليه وسلم. അവന്റെ ഉള്ളിലേക്ക് ആദ്യമായി കടന്നത് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുപ്പുനീരായി. പ്രിയപ്പെട്ടവരെ, പിൽക്കാലത്ത് സഹാബത്തിന്റെ ഇടയിലെ വളരെ പാണ്ഡിത്യമേറിയ 4 അബ്ദുള്ളമാരുണ്ടായിരുന്നു. ഒന്ന് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, 2 അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, 3 അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, 4 അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇവരിൽപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ആണ് ഈ കുഞ്ഞെന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം. അപ്പോൾ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുപ്പുനീരിന്റെ പവർ കൊണ്ടും മാത്രമാണ് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ സഹാബത്തിന്റെ ഇടയിലെ വലിയ പണ്ഡിതനാക്കി മാറ്റിയതെങ്കിൽ സ്വാലിഹീങ്ങളെ കൊണ്ട് പ്രസവിക്കപ്പെട്ട കുട്ടിക്ക് തൊട്ടുകൊടുക്കുന്നതിന്റെ മഹത്വം ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ഇനി ആരാണ് കുട്ടിക്ക് തൊട്ടുകൊടുക്കേണ്ടതെന്ന് ഞാനൊന്ന് ചെറുതായി പറയാം. കുട്ടിക്ക് തൊട്ടുകൊടുക്കേണ്ടത് ആരാണെന്ന് വിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കുട്ടിക്ക് തൊട്ടുകൊടുക്കേണ്ടത് നന്മയുള്ള സത്യവിശ്വാസിയായിരിക്കണമെന്ന് ഇമാം മുഹീദ്ദീൻ നവവി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ശറഹുൽ മുഹദ്ദബിൽ വ്യക്തമാക്കുന്നു. നന്മയുള്ള സത്യവിശ്വാസി എന്നാൽ താരിഖുസ്സലാത്താകാൻ പാടില്ല, മദ്യപാനിയാകാൻ പാടില്ല, വ്യഭിചാരിയാകാൻ പാടില്ല, ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും പറയുന്ന ആളാകാൻ പാടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സച്ചരിതരായ സഹാബത്തിനെയും മഹത്തുക്കളായ ഔലിയാക്കളെയും
സഹോദരങ്ങളെ. അപ്പോൾ നന്മയുള്ള സത്യവിശ്വാസി എന്നാൽ ആരാണ്? നന്മയുള്ള സത്യവിശ്വാസി എന്നാൽ അല്ലാഹുവിന്റെ മഹത്തുക്കളായ ഔലിയാക്കൾ, സാദാത്തുക്കൾ, ആലിമീങ്ങൾ, ആരിഫീങ്ങൾ, ഇബാദത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്ന ആബിദീങ്ങൾ, ഇവരൊക്കെയാണ് നന്മയുള്ള സത്യവിശ്വാസികൾ. ചുരുക്കത്തിൽ കലാപ കലുഷിതമായ ഒരു ലോകത്തേക്ക് കടന്നു വന്ന കുഞ്ഞിനെ ഒരു രാക്ഷസനാക്കണോ, അതല്ല മാന്യതയുടെ മകുടോദാഹരണമാക്കണോ എന്ന് തീരുമാനിക്കുന്ന അതിപ്രധാനമായ ഒരു ഘടകമാണ് തഹ്നീക്ക് അഥവാ തൊട്ടുകൊടുക്കൽ. ഒരു കുട്ടിയുടെ ഫ്യൂച്ചർ ലൈഫിന്റെ മോറൽ ബേസ്മെന്റിന് ശിലയിടപ്പെടുന്നത് തഹ്നീക്കിലൂടെയാണെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ഇനി ഉമ്മമാർക്ക് മാത്രമുള്ള ഒരു സ്പെഷ്യൽ